ഹലോ ഓൾ, എല്ലാവർക്കും ഗ്യാനിന്ത്യയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ആ എക്സാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്തു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ നമുക്ക് ഇന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വെൽക്കം. നോക്കാം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? അപ്പോൾ സാധാരണ ചോദിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്. ആദ്യത്തെ കുറച്ച് 1 സ്കോറിൻ്റെ ഉണ്ട്, പിന്നെ ലാസ്റ്റ് 4 സ്കോറിൻ്റെ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്നതാണ്, ഒരുപാട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ എന്താണ് 18 to 16 പ്രോട്ടോണും 16 ന്യൂട്രോണും കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ ഇതുപോലെ ഒരു അസേർഷൻ റീസൺ എന്ന് തന്നിട്ടുള്ളൊരു ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവറോൾ നമ്മൾ നോക്കി പോവാണ്. പിന്നെ കോൺജുഗേറ്റ് ബേസ്, കോൺജുഗേറ്റ് ആസിഡ് എന്നുള്ളൊരു പോർഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തു നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, സിമ്പിൾ റേഷ്യോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമ്പിളൊക്കെ വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈസി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, ഇവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ഒരു പ്രോബ്ലം പോലെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ Hμ മൈനസ് Hμ എന്നുള്ളൊരു ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, കൈനറ്റിക് എനർജിയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻ മോഡേൺ പീരിയോഡിക് ലോ എന്താണ് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ് തൊട്ടേ അതിന് മുമ്പേ തൊട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് IUPAC നെയിം എന്ന് പറയുന്നത് ആ ഒരു സെഷൻ, അതിൽ നിന്ന് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണെങ്കിലും എന്താണ്, 2 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റേറ്റ് ചെയ്ത് പോയാൽ മതി, ആ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇന്റർമോളിക്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചെഴുതുക എന്നുള്ളതാണ് ഇതിലെ മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓക്കെ, പിന്നെന്താ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സംഭവമാണ് അല്ലേ ചോദിച്ചേക്കുന്നത്. നോക്കി, ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാം. അഡിയമാറ്റിക് പ്രോസസ്സ്, നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളത് അങ്ങ് നമുക്ക് എന്താവും, മാച്ച് ആവും. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതൊരു പ്രോബ്ലം പോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. KCയുടെ കാര്യമല്ലേ, KCയും KPയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. പിന്നെന്താ, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സാമ്പിൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്, ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. pH കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. പിന്നെന്താ, ഓക്സിഡൻറ്റും റിഡക്റ്റൻറ്റും, ഇത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരൊക്കെയാണ് ഓക്സിഡൻറ്റ്, റിഡക്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്ത സമയത്ത് അല്ലേ. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ വെച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ചോദിച്ചേക്കുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. H2O2 വെച്ചിട്ട് എത്ര മോളിക്യൂൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രോബ്ലംസ് കുറേ അധികം ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇത് എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ബോർ ഓർബിറ്റ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, ലിമിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന കാര്യമാണ് അല്ലേ. ആ ലിമിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ റെഗുലർ ക്ലാസ് എടുത്തപ്പോഴും ക്രാഷ് കോഴ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണത്. പിന്നെന്താ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ലിവിസ് സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2 ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെന്താ, എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ΔU, ആ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ബൈ വർക്ക് ഡൺ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാൽക്കുലേറ്റ് ദ എൻതാൽഫി ഓഫ് ഫോർമേഷൻ, ഇതെന്താണ്, വീണ്ടും ഒരു പ്രോബ്ലം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം കുറച്ചധികം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ പ്രോബ്ലംസ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അല്ലേ. പിന്നെ എൻട്രോപ്പി എന്താണ്, എൻതാൽഫി എന്താണ്, ഫ്രീ എനർജി എന്താണെന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തുനിന്ന് അല്ലേ. പിന്നെന്താ, 2 അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഓഫ് KP ആൻഡ് KC. ഇത് ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ, ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
പിന്നെന്താ പിന്നെ എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൊളാലിറ്റിയും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുക സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയേണ്ടത്. പിന്നെന്താ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് 4 ക്വാണ്ടം നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായിരുന്നെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ടൊരു എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്വാണ്ടം നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഒരു എന്താ പറയുക ആശ്വാസം പോലെ. പിന്നെന്താ കുറച്ച് സ്പീഷ്യസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് കോമൺ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അയോണിക് റേഡിയയുടെ രൂപത്തിൽ നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അയണൈസേഷൻ എൻതാൽഫി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചു പോയിട്ടുണ്ട്. പിന്നൊരു വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ VSEPR തിയറിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ് അല്ലേ. ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്ന പോലെ അല്ലാതെ ഒരു എന്താ പറയുക രസമുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ. ഇതിനകത്ത് കോൺസെൻട്രേഷനും പ്രഷറും ടെമ്പറേച്ചറും 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ എഴുതി പോകണം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നതിൽ ഇവിടെ ശ്രദ്ധിക്കണം. ഓരോന്നിനെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതെ ഓരോന്നിനെ പറ്റിയിട്ടും ചെറിയ ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റി എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ വലിയ രീതിയിലൊന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ സിമ്പിൾ ഓഫ് ദ സ്പീഷ്യസ് വിച്ച് കണ്ടെയ്ൻ 18 ഇലക്ട്രോൺസ് 16 പ്രോട്ടോൺസ് ആൻഡ് 16 ന്യൂട്രോൺസ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന ന്യൂട്രോണിൻ്റെ ഇലക്ട്രോണിൻ്റെ കാര്യം നമുക്ക് വിടാം. 16 പ്രോട്ടോൺ വരുന്ന രീതിയിൽ ആരാണ് ഇവിടെ അലൈൻ ആയിരിക്കുന്നതെന്ന് നോക്കാം. ഓക്സിജൻ എന്തായാലും അല്ല, കാരണം ആകെ 8 പ്രോട്ടോൺ ആണുള്ളത്. അതിൽ 2 പോയിട്ടുണ്ട്, -2 തന്നേക്കണം അല്ലേ. അപ്പോൾ എന്തായാലും 16 വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലോറിൻ ആണെങ്കിലും അത് വരില്ല, ആകെ 17 ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട്. അപ്പോൾ എന്താവില്ല, ഇതെന്തായാലും 16 പ്രോട്ടോൺ ആവില്ല. ഓക്കെ, 17 ഉള്ളൂ നമ്മുടെ കയ്യിൽ. പിന്നെന്താ ബ്രോമിൻ തന്നിട്ടുണ്ട്. ബ്രോമിൻ എന്തായാലും അല്ല, കാരണം അത് വരത്തില്ല, ഹാലോജനുമാണത്. അപ്പോൾ അത് വരില്ല. പിന്നെ എന്തായിരിക്കും വരിക, നമ്മുടെ S2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൾഫർ ആയിരിക്കും ഇതിനകത്ത് 16 പ്രോട്ടോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ആറ്റോമിക് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോൺ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് എത്രയാണ് ഇലക്ട്രോൺ പോയിട്ടുള്ളത്, മൈനസ് ഉണ്ട്. ഇവിടെ കണ്ടോ മൈനസ് എന്ന് പറയുന്ന ചാർജ് തന്നിട്ടുണ്ട്. ഇവിടെ 2 ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ 16 പ്രോട്ടോണും 16 ന്യൂട്രോണും 18 ഇലക്ട്രോണും വരുന്ന ആൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, സൾഫറേ വരുള്ളൂ. കാരണം 18 ഇലക്ട്രോൺ വരുന്നുണ്ട്. 16 പ്രോട്ടോൺ ആണെങ്കിലും ഇവിടെ നോക്കി 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോണും കൂടെ മേടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 18 ഇലക്ട്രോൺ മൊത്തത്തിൽ വരും. 16 ഇലക്ട്രോൺ ആണ് വരിക. ഇതിൽ 16 ഇലക്ട്രോണും 16 പ്രോട്ടോണും തന്നെയാണ് വരിക. പക്ഷെ 2 ഇലക്ട്രോൺ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ നമ്പർ എന്തായി, 18 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും, S2- ആയിരിക്കും. C ആയിരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് നമുക്ക് സ്ഥിരം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്, ഈസി ആയിട്ട് എഴുതാനും പറ്റുന്നതാണ്. എന്താ പറയുക, ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ് അല്ലേ. ഫ്ലൂറിനാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മളെപ്പോഴും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും, അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറയും. സൈസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും സൈസ് കുറഞ്ഞു വരുന്നു. കാരണം എന്താ, പീരീഡിൻ്റെ നമ്പർ മാറുന്നില്ല, അല്ലെങ്കിൽ ഷെൽസിൻ്റെ നമ്പർ മാറുന്നില്ല, സെയിം പീരീഡ് അല്ലേ. പക്ഷേ അകത്തുള്ള ന്യൂക്ലിയർ ചാർജ് കൂടിയും വരുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും സൈസ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താ സംഭവിക്കുന്നത്, സൈസ് കൂടി വരും അല്ലേ. അപ്പോൾ അതായത് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്, ഇവിടെ ഷെല്ലിൻ്റെ നമ്പറും കൂടുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കിനും സൈസ് എന്താ ചെയ്യുക, കൂടി വരികയാണ് ചെയ്യുക. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആറ്റങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എന്താ പറയുക ആറ്റോമിക് റേഡിയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നോക്കണം, ഇതിൽ റൈറ്റ് ഭാഗത്തും നോക്കണം, ഈ കൂട്ടത്തിൽ ഏറ്റവും മുകളിലെ ഭാഗത്തും നോക്കണം അല്ലേ. അതായത് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും ചെറുത് വരിക. ഈ ഒരു ഭാഗത്ത് നമ്മുടെ നോബിൾ മെറ്റൽസ് ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ആരുണ്ട്, നമ്മുടെ ഹാലോജൻസ് ഉണ്ട് അല്ലേ. നോബിൾ മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് നോബിൾ മെറ്റൽസ് അല്ല, നോബിൾ ഗ്യാസസോ
പെട്ടെന്ന് മാറിപ്പോയതാണ്. നോബിൾ ഗ്യാസസ്, നമ്മുടെ നോബിൾ ഗ്യാസസ് അവരെന്താ ചെയ്യുന്നത്? ഉത്കൃഷ്ട മൂലകങ്ങൾ അവരെന്താ ചെയ്യുന്നത്? അവർ വലിയ റിയാക്ഷനൊന്നും പങ്കെടുക്കില്ല അല്ലേ. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ അഫിനിറ്റി ഒന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഹാലോജനെ നോക്കുക. ഹാലോജനെ നോക്കുമ്പോഴത്തേക്കിനും ഈ എന്താ പറയുക, റൈറ്റ് ഭാഗത്ത് ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ഏറ്റവും ചെറുത്. അതാരാ? ഹാലോജനിലെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ ഫ്ലൂറിനാണ്. അപ്പോൾ ആ ഫ്ലൂറിനായിരിക്കില്ലേ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവരൊരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺസിനെ അവരിലേക്ക് വലിക്കാനുള്ള ഒരു അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആൾ ആരാണ്? ഫ്ലൂറിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഇൻ C2H4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനൊക്കെ കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ എന്താ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതിൻ്റെ കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണിത്. C2H4 ആണ് അല്ലേ. അതായത് CnH എന്താ പറയുക 2n-2 എന്നുള്ള രീതിയിൽ വന്നേക്കുന്ന ഒരു റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതെന്ന് പറയുന്നത് ഒരു ആൽക്കീനാണ്. ഡബിൾ ബോണ്ടാണ് കാർബൺ ഡബിൾ ബോണ്ട് എന്ന് വരുന്ന സാധനമാണിത് അല്ലേ. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് അറിയാം. എന്താണ്? sp2 ആണ്. അപ്പോൾ നമ്മൾ വേറെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ഇവിടെ എന്താണ്? ഹൈബ്രിഡൈസ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഇൻ C2H4 എന്ന് പറയുന്നത് എന്താണ്? sp2 ഹൈബ്രിഡൈസേഷനാണ്. ഈസി ആയിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസേർഷൻ ഫോളോഡ് ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീസൺ ഈസ് ഗിവൺ. അതായത് ഇവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാരണം ഇവരെന്നെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം അല്ലേ. അതെന്താ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻ ടു എ സോളിഡ് ആൻഡ് ഈസ് അക്കമ്പൈൻഡ് ബൈ ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലിക്വിഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ എൻട്രോപ്പി കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസ്റ്റർബൻസ് ആണ്. അതായത് നമ്മൾ എടുത്തേക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് എന്തുമാത്രം ഇത് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ്. ആ ഒരു ഡിസോർഡർ ആണ് എന്തെന്ന് പറയുന്നത്? എൻട്രോപ്പി അല്ലെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ആവുന്ന സമയത്ത് നമുക്കറിയാം ലിക്വിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുക? അതിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇത്തിരി അകലെ ഉണ്ടാവും അല്ലേ. എന്നാൽ ഒരു ഓർഡർ ഉണ്ടാവും. ഗ്യാസിൻ്റെ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരിക്കില്ല. ഇനി ഇത് ക്രിസ്റ്റലായി മാറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് കുറച്ചും കൂടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ ഒരു മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താവും? കുറയും അല്ലേ. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്തുണ്ടാവും? ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു എന്താ പറയുക, ഒരു സ്ഥിരതയില്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരങ്ങി കളിക്കുന്ന ആ ഒരു പരിപാടി, നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താവും? കുറയും അല്ലേ. അപ്പോൾ ലിക്വിഡായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താ പറയുക ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസോർഡർ കുറവായിരിക്കും എവിടെ? ക്രിസ്റ്റലായി കഴിയുമ്പോൾ. അപ്പോൾ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ആവുന്ന സമയത്ത് എൻട്രോപ്പി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഡിസോർഡർ കുറയും, അതുകൊണ്ട് തന്നെ എൻട്രോപ്പി കുറയും. ഈ പറഞ്ഞിട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, അത് കുഴപ്പമില്ല. ഇനി റീസൺ അവർ തന്നിട്ടുണ്ട് നോക്കിയേ. ഇൻ ക്രിസ്റ്റൽസ് മോളിക്യൂൾസ് ഓർഗനൈസ് ഇൻ ആൻ ഓർഡേർഡ് മാനർ. ശരിയല്ലേ പറഞ്ഞേ? നോക്കിയേ, ലിക്വിഡ് ഇങ്ങനെ പോയിട്ട് ക്രിസ്റ്റലായിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ മോളിക്യൂളുകൾ ഓർഡറായിട്ട് അവരെ അടുക്കി പെറുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ഡിസോർഡർ കുറയുന്നു. അത് കാരണം കൊണ്ടാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ആകുമ്പോഴത്തേക്കിനും എൻട്രോപ്പി കുറയുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് റീസൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ് ഈ കാര്യം. ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ശരിയുമാണ്, ഇത് ഇതിൻ്റെ റീസണുമാണ്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ആറും ട്രൂ തന്നെയാണ്. ആറെന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ശരിയല്ലേ? ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ 1 ആയിട്ട് വരും. ഓക്കെ, ഒന്നാമത്തേതാണ്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. വാട്ട് വിൽ ബി ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് ബ്രോൺസ്റ്റഡ് ആസിഡ് HF? HFൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് എന്നുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്തുനിന്ന് ഇതുപോലെ ചോദ്യങ്ങൾ വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? F- ആണ് അല്ലേ. ഫ്ലൂറൈഡ് F- ആണ് നമ്മുടെ കോൺജുഗേറ്റ് ബേസ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? The following data are obtained when dinitrogen and dioxygen react together to form different compounds. ഇവിടെ നോക്കിയേ, ഡൈനൈട്രജനും അതേപോലെ തന്നെ ഡൈ ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്.
വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഒബൈഡ് ബൈ ദ എബോ എക്സ്പെരിമെൻ്റൽ ഡാറ്റ റൈറ്റ് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏത് ലോ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്? അപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ്റെ പലതരത്തിലുള്ള ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എടുത്ത സമയത്തും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ അധികം ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ അവരെന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഡൈനൈട്രജൻ്റെ 2 മാസുകൾ തന്നിട്ടുണ്ട്, അതേപോലെ ഡൈ ഓക്സിജൻ്റെയും തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യുമ്പോഴത്തെ ആ ഒരു എന്താ പറയുക ഗ്രാംസ് എത്രയാണ് എന്നാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ 1:1 ആണെങ്കിൽ ഇവിടെ എന്താ 1:2 ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ 16ൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് 32 എന്ന് പറയുന്നത്. ഇത് ഏത് ലോ ആണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന റൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂൾ എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതണം. ഓക്കെ, ഇവിടെ 2 മാർക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്താ എഴുതണം? എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുകൂടി നമ്മൾ എഴുതി വെക്കണം. ഇവിടെ നോക്കിയേ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എല്ലാ കെമിക്കൽ ലോസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ, H2O അതായത് നമ്മുടെ വാട്ടർ, H2O2 അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് രണ്ടും ഫോം ചെയ്യുന്ന സമയത്ത് വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ക്യാൻ ബി അപ്ലിക്കബിൾ ഹിയർ? ഏത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം. എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് അല്ലേ? സെയിം ഏകദേശം ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കണേ. ഇവിടെ എന്താ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒന്നിൽ കൂടുതൽ എലമെൻറ്റുകൾ ചേർന്നിട്ട് പലതരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് വെക്കാം. അതായത് പല കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു, അതായത് 2 എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് മോർ ദാൻ 1 കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കിയേ, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാക്കുന്നുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാക്കുന്നുണ്ട്, 2 എണ്ണം ഉണ്ടാക്കണില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ദ മാസസ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇവരുടെ മാസസിൻ്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും എന്താ ചെയ്തിരിക്കുന്നത്? ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ അല്ലേ? അപ്പോൾ 16. ഇവിടെ ഓക്സിജൻ എത്രയുണ്ട്? 32 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും 1:2 എന്നുള്ള റേഷ്യോ അല്ലേ ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമുക്ക് തന്നേക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മാസ് ഓഫ് ഡൈനൈട്രജൻ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഡയോക്സിനാണ് തന്നിരിക്കുന്നത്. അതായത് NO ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ NO2 ഉണ്ടായിട്ടുണ്ട്. ഇത് 2 എണ്ണവും എന്താണ്? സെയിം എലമെൻറ്റുകൾ ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? ഇവർ തമ്മിലുള്ള ആ ഒരു മാസിൻ്റെ എന്താ പറയുക റേഷ്യോ എങ്ങനെയായിരിക്കും? ഇവിടെയും 16 തന്നിട്ടുണ്ട്, 32 തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെയും 1:2 തന്നെയല്ലേ തന്നിരിക്കുന്നത്. അതായത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും. അതായത് 1.5 ഹൈഡ്രജൻ, 2.5 ഓക്സിജൻ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ വലിയ വലിയ നമ്പറുകളും ആയിരിക്കില്ല. 1:2, 2:3 അങ്ങനെ ചെറിയ ചെറിയ ഹോൾ നമ്പർ റേഷ്യോസിലായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ. അതായത് സെയിം എലമെൻറ്റ്സ് ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോഴത്തേക്കും അവർ കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ളൊരു ലോ ആണ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സംഭവമൊന്നുമില്ല. ഒരേ എലമെൻറ്റുകൾ ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടറും ഹൈഡ്രജനും പെറോക്സൈഡും ഉണ്ടാക്കി. ഇവിടെ നൈട്രജനും ഓക്സിജനും കൂടെ ചേർന്ന് എന്താ പറയുക NOയും NO2 ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇവർ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഇവിടെ 1:2 എന്നാണ് വന്നത്, അതേപോലെ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഇങ്ങനെ പറയുന്ന ലോ ഏതാണ്? ആ പേര് കൂടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ലോയുടെ പേര് എന്ന് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് എന്നാണ് ആ ലോയുടെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? Hμ. നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ തന്നിട്ടുണ്ട്. എത്രയാണ്? 7.0 × 10⁻14 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ ഇതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതും തന്നിട്ടുണ്ട്, എന്താ പറയുക ഫൈനലും തന്നിട്ടുണ്ട്, അതേപോലെ 0യും തന്നിട്ടുണ്ട്, അതായത് ഇനിഷ്യലും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റിലുള്ള ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് μ0, പിന്നെ ലാസ്റ്റിലുള്ള റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, എഫക്റ്റീവായിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ Hμ - Hμ0 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും ഏകദേശം 19. എന്താ പറയുക 78
8×10⁻⁻20 എന്നുള്ള രീതിയിൽ നമുക്കൊരു ഉത്തരം കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സംഭവമൊന്നുമില്ല, ഇതിലേക്ക് നമുക്കറിയാം എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇവിടെ വിയുടെയും V0ൻ്റെയും തന്നിട്ടുണ്ട്, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് എഫക്റ്റീവ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാമെന്ന് പറയുന്നത്. ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അടുത്ത എന്താണ്, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പീരിയോഡിക് ലോ രണ്ടെണ്ണം പഠിക്കുന്നുണ്ട്, ഒന്ന് മെൻഡലീവിൻ്റെയും പിന്നെ ഒന്ന് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ, ഹെൻറി മോസ്ലി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ലോ അല്ലേ. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൻ്റെ ലോ ആണ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ കിട്ടിയല്ലോ ഈസി ആയിട്ട്. എന്താണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ വേ ദാറ്റ് ദേ ആർ പ്രോപ്പർട്ടീസ് ആർ എ റിപ്പീറ്റേഷൻ ഓഫ് എന്താണ്, ആറ്റോമിക് നമ്പേഴ്സ് ആണ്. ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൻഡലീവിൻ്റെ ലോ ആയി. ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ നമ്പർ അല്ലേ, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, മോഡേൺ പീരിയോഡിക് ലോ ആയി. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റേറ്റ് ദ മെൻഡലീവ്സ് പീരിയോഡിക് ലോ അല്ലേ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താ പറയുന്നത്, ദ പ്രോപ്പർട്ടീസ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ആറ്റോമിക് മാസ് മാറ്റി ആറ്റോമിക് നമ്പർ ആക്കിയാൽ എന്തായത്, അത് മോഡേൺ പീരിയോഡിക് ലോ ആയി. ഇതും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ, ഹെൻറി മോസ്ലിയുടെ ലോ. അപ്പോൾ മെൻഡലീവിൻ്റെ ലോ നമ്മൾ പറയുന്നുണ്ട്, ഡീമെറിറ്റ് പറഞ്ഞ ശേഷം നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഐസോട്ടോപ്സ് ആർ, ഈ പറയുന്ന ഐസോട്ടോപ്പുകൾ എന്താണ് ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെൻഡലീവിൻ്റെ ലോയിൻ്റെ ഡീമെറിറ്റുകൾ എന്തൊക്കെയായിരുന്നു, ഡീമെറിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഐസോട്ടോപ്പുകൾ അവർക്ക് എന്താ പറയുക, സെയിം ആയിട്ടുള്ള ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. കാരണം അത് ഒരേ എലമെൻറ്റിൻ്റെ ആൾക്കാരാണല്ലോ, പക്ഷെ അവരുടെ മാസസ് വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ മെൻഡലീവിൻ്റെ ലോ പ്രകാരം മാസ് വെച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്തത് കാരണം ഈ പറയുന്ന ഐസോട്ടോപ്പുകളെ വേറെ വേറെ ആയിട്ട് അറേഞ്ച് ചെയ്തു, പക്ഷേ ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലോ സെയിം ആണ് താനും. അപ്പോൾ ഇത് എന്താ പറയുക, ഫോളോ ചെയ്തില്ല എന്നുള്ളതായിരുന്നു മെൻഡലീവിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മോഡേൺ പീരിയോഡിക് ലോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉണ്ടോ, ഇല്ല. കാരണം എന്താ, ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്, ഹെൻറി മോസ്ലി ആണ്. അപ്പോൾ ലോ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതുക. എന്താ നമ്മൾ എഴുതേണ്ടത്, ആസ് പെർ ദ മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ, പ്രോപ്പർട്ടീസ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ആറ്റോമിക് നമ്പേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ എലമെൻറ്റ് വിത്ത് ആറ്റോമിക് നമ്പർ എത്ര, 109 തന്നിട്ടുണ്ട് അല്ലേ, 109. അപ്പോൾ ഈ ഒരു എന്താ പറയുക, 100ന് ശേഷമുള്ള എലമെൻറ്റുകളുടെ ആ ഒരു നമ്പർ നെയിം ചെയ്യുക എന്നുള്ള സംഭവം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈസിയാണ്, നമുക്ക് ഫണ്ണായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, 1 എന്നുള്ളതിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് നോക്കുക. എന്താണ്, അണ്ണാണ് അല്ലേ, അണ്ണ്. പിന്നെ 0 വന്നിട്ടുണ്ട്, അപ്പം നില്ല്, അണ്ണിൽ ഇനിയം എന്നായിരിക്കും ഇതിന് പേരിടുക. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. 100 മുതൽ മുകളിലേക്കുള്ള എലമെൻറ്റുകളുടെ പേരിടാനുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അത് പഠിച്ചു പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഇത് 1 വേർഡിനായിട്ട് 1 മാർക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്നുള്ളത് അണ്ണാണ്, അണ്ണിട്ടു. 0 എന്ന് പറയുമ്പോൾ നില്ല്. അപ്പോൾ അണ്ണൽ ഇനിയം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത്, IUPAC നെയിം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ്. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള എന്തെങ്കിലും 2 ഡിഫറൻസ് എഴുതാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിഗ്മ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, പൈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ സിഗ്മ ബോണ്ട്സും പൈ ബോണ്ട്സും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സിഗ്മ ബോണ്ട്, എന്താണ് പൈ ബോണ്ട് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എക്സ്പ്ലെയിൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ ബോത്ത് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ദാറ്റ് ആർ ഫോംഡ് വെൻ ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ്. ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടുകളാണ് എന്ത്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എന്ന് പറയുന്നത്. നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ ഇതാണ് നമ്മുടെ പി ഓർബിറ്റിൽ ഇരിക്കുന്നത് അല്ലേ, ഡംബലിൻ്റെ ഷേപ്പിൽ. അതേപോലെ ഈ ഭാഗത്തുനിന്ന് എങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. ഈ രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടായി അല്ലേ, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കും സിഗ്മ ബോണ്ട് എന്ന് വിളിക്കും. ഇനി ഇവർ രണ്ടുപേരും ഈ രീതിയിൽ ആക്സിയലി ആണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ, ആക്സിയൽ ഓവർലാപ്പ് ആണെങ്കിൽ നോക്കിയേ എന്ത് സംഭവിക്കും, ഇവരുടെ ഓവർലാപ്പ് ഞാൻ വരയ്ക്കാം. ഇതാ ഇങ്ങനെ ഒരു ഓർബിറ്റിൽ വന്നു, ഇവിടുന്ന് ഈ രീതിയിൽ ഓർബിറ്റിൽ വന്നു അല്ലേ,
ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കിയേ, ഈ ഭാഗങ്ങളാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും? പൈ ബോണ്ട് എന്ന് വിളിക്കും. ഇത് പൈ ബോണ്ടാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് സിഗ്മ ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആക്സിയലി ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? പൈ ബോണ്ടാണ്. ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സിഗ്മ ബോണ്ടാണ്. നമ്മൾ നോക്കിയേ, സിഗ്മ ബോണ്ട് എപ്പോഴാണ് എന്താ പറയുക ഫോം ചെയ്യുന്നത്? എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്, ഹെഡ് ഓൺ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്. ഓവർലാപ്പ് ഹെഡ് ഓൺ ഓർ എൻഡ് ടു എൻഡ് അലോങ് ദിസ് ഇന്റർമോളിക്കുലർ ആക്സിസ്. ഇന്റർമോളിക്കുലർ ആക്സിസിൽ കൂടെ എന്താ പറയുക എൻഡ് ടു എൻഡ് എന്താ പറയുക ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സിഗ്മ ബോണ്ടുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടുകളായിരിക്കും. ഇനി പൈ ബോണ്ട് നോക്കിയേ, ഫോംഡ് വെൻ ആറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് സൈഡ് ടു സൈഡ്. ആറ്റോമിക് ഓർബിറ്റൽ സൈഡ് ടു സൈഡായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പൈ ബോണ്ടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, എബോ ആൻഡ് ബിലോ ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ എബോയും ബിലോയും. ഓക്കെ, ഇവിടെ എബോയും ബിലോയും ആയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പൈ ബോൺസ് ഉണ്ടാവുന്നത്. സൈഡ് ടു സൈഡ് ആയിട്ടാവുമ്പോഴാണ്. പൈ ബോൺസ് എന്ന് പറയുന്നത് സിഗ്മ ബോൺസിനെ അപേക്ഷിച്ച് എന്താണ്? കുറച്ചും കൂടെ വീക്കറാണ്. അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഒക്കെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പൈ ബോൺസ് ഉണ്ടാവുന്നത്. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ വേറെന്താ ഓർക്കുക? സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എസ് ടു എസ് അല്ലെങ്കിൽ എസ് ടു പി സെഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പി സെഡ് ടു പി എസ് സെഡ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സിഗ്മ ബോണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ പി എക്സും പി വൈയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും? പൈ ബോണ്ടുകളായിരിക്കും. അപ്പോൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുന്നത് പൈ ബോണ്ടുകളായിരിക്കും. അതേസമയം സിംഗിൾ ബോണ്ടേ ഉള്ളെങ്കിൽ അത് സിഗ്മ ബോണ്ടുകളായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ഇന്റർമോളിക്കുലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് നമ്മൾ കുറേ പഠിക്കും. ഇനി പ്ലസ് ടുവിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ചില കോമ്പൗണ്ടുകൾ അവരുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ആ ഒരു സ്വഭാവം കാണിക്കാൻ തന്നെ കാരണം ഹൈഡ്രജൻ ബോണ്ടുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കും എന്നൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ HF എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എച്ചും എഫും ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ ഇവിടെ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് അല്ലേ? ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്ത് വേറെ ഒരു ഹൈഡ്രജനും ഒരു ഫ്ലൂറിനും ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇനി ഇതിനകത്തിരിക്കുന്ന ഈ ഫ്ലൂറിൻ ഭയങ്കര നെഗറ്റീവ് ചാർജുള്ള ആളാണ്. അപ്പോൾ ആ ഫ്ലൂറിൻ എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് കൂടുതൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ തന്നെ കുറച്ചും കൂടെ അടുത്തേക്ക് പിടിക്കും. അപ്പോൾ ഇതൊരു സ്ലൈറ്റ്ലി നെഗറ്റീവായി, ഒരു ഡെൽറ്റ നെഗറ്റീവായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് മാറും, ചെറിയൊരു പോസിറ്റീവ് വരും. ഇവിടെയും അതേ തന്നെ സംഭവിക്കും, ഇവിടെയും എന്താവും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇരിക്കുന്ന ഈ മോളിക്യൂളും ഇവിടെ ഇരിക്കുന്ന മോളിക്യൂളും ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയില്ലേ? ഇവർ തമ്മിലൊരു ചെറിയൊരു ബോണ്ട് ഉണ്ടാക്കും. ഇതാണ് ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജ് ഈ പറയുന്ന ഷെയർഡ് ആയിട്ടുള്ള ആ ഒരു എലമെൻറ്റിന് വരുന്നു. കൂടുതൽ ഹാലോജൻസ് ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഡെൽറ്റ മൈനസ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഹൈഡ്രജൻ ആണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആകും. അപ്പോൾ അത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു മോളിക്യൂളുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കും. അതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, HCl വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. H2O നമ്മുടെ വാട്ടർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടുകൾ കാണിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച സമയത്ത് എന്താണ് എൻട്രോപ്പി, എന്താണ് എൻതാൽപ്പി, ഫ്രീ എക്സ്പാൻഷൻ, ഫ്രീ എനർജി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻട്രോപ്പി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുന്നത്? ഒരു ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ആണ്. അപ്പോൾ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എസ് ആണ് അല്ലേ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇനി
എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടൈപ്പ് ഓഫ് മാറ്റർ ഇൻ എ സാമ്പിൾ ആൻഡ് നോട്ട് ഇൻ ദ എമൗണ്ട്. അതായത് ഒരു സാധനത്തിനകത്തിരിക്കുന്ന ആ ഒരു ടൈപ്പിനെ മാത്രം ബന്ധിപ്പിക്കുന്ന അതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് മാത്രം നോക്കും. അതിനകത്ത് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നോക്കില്ല. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികൾ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ടെമ്പറേച്ചർ. 1 ലിറ്റർ വെള്ളം എടുത്തു, നമ്മളതിനെ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് തിളപ്പിച്ചു എന്ന് വയ്ക്കി. എന്നിട്ട് നമ്മൾ അതിലെ 1/2 ലിറ്ററിനെ എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി എന്ന് വെച്ച് നമ്മുടെ ഈ പാത്രത്തിലിരിക്കുന്ന 1/2 ലിറ്ററിൻ്റെ ടെമ്പറേച്ചർ കുറയോ? ഇല്ല. അതിനെ തണുപ്പിച്ചാൽ മാത്രമേ ടെമ്പറേച്ചർ കുറയുള്ളൂ. അതിൻ്റെ പകുതി എടുത്ത് മാറ്റി എന്ന് കരുതിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയില്ല, അല്ലേ? അതായത് എമൗണ്ടിന് വ്യത്യാസം വരാത്ത തരത്തിലുള്ള ആൾക്കാരാണ്, എമൗണ്ടിന് വ്യത്യാസം വന്നാൽ പോലും ഈ വാല്യൂസിന് വ്യത്യാസം വരില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാലും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 1 ലിറ്റർ എടുത്താലും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് എമൗണ്ടുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അത്തരത്തിലുള്ളവരാണ് ഡെൻസിറ്റി, അതേപോലെ തന്നെ സോലുബിലിറ്റി. എന്താ സോലുബിലിറ്റി? ഒരു വാട്ടറിൻ്റെ ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഉപ്പ് നമ്മൾ അലിയിക്കുകയാണെന്ന് നോക്കി. 1 ലിറ്റർ വെള്ളത്തിൽ അലിയണത് അല്ലെങ്കിൽ 1/2 ലിറ്റർ വെള്ളത്തിലാവുമ്പോഴത്തേക്ക് അലിയില്ല, എമൗണ്ട് മാറിയപ്പോൾ ഞാൻ അലിയില്ല, അങ്ങനെ പറയുമോ? ഇല്ല. അത്തരത്തിൽ നമ്മുടെ വോളിയുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾ ഞാൻ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലേറ്റൻറ്റ് ഹീറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ എക്സ്പാൻഷന്, അതേപോലെ എൻതാൽഫി, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് വെച്ച് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് അഡിയബാറ്റിക് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. അഡിയബാറ്റിക് പ്രോസസ്സിനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ 3 കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, അഡിയബാറ്റിക് സിസ്റ്റം ഉണ്ട്, അല്ലേ? അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓപ്പൺ സിസ്റ്റത്തിനകത്ത് മാറ്ററിൻ്റെ ട്രാൻസ്ഫറും ഉണ്ട്, ഹീറ്റിൻ്റെ ട്രാൻസ്ഫറും ഉണ്ട്. അതായത് ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു വെള്ളം വെറുതെ ഒരു തുറന്ന പാത്രത്തിലിട്ട് തിളപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ന് ഈ ദ്രാവകത്തിലെ H2O എന്ന് പറയുന്നത് ആവിയായിട്ട് പുറത്തു പോവുകയും ചെയ്യും, അതിൻ്റെ ഹീറ്റും പുറത്തു പോവുകയും ചെയ്യും, സറൗണ്ടിങ്സുമായിട്ട് കൈമാറുകയും ചെയ്യും. അങ്ങനെയുള്ളതാണ് ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മളൊരു പാത്രം വെച്ച് ഇങ്ങനെ അടച്ചു, ക്ലോസ്ഡ് സിസ്റ്റമായി. അപ്പോൾ ഇവിടെ നീരാവി ആയി പോയി കഴിഞ്ഞാലും അടപ്പിൽ തട്ടിയിട്ട് അത് തിരിച്ചു തന്നെ വരും. ഇതിനകത്ത് മാറ്ററിൻ്റെ ട്രാൻസ്ഫർ ഇല്ല, പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ ആവില്ലേ? ആവൂലേ? അതായത് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിലും പാത്രത്തിൽ തൊട്ടാൽ നമുക്ക് പൊള്ളില്ലേ? അതിൻ്റെ കാരണം എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എനർജിയുടെ ട്രാൻസ്ഫർ ഉണ്ട്, അതേസമയം മാറ്ററിൻ്റെ ട്രാൻസ്ഫർ ഇല്ല. അങ്ങനെയുള്ളതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ഇതേ വെള്ളത്തിനെ നമ്മൾ ഒരു ഫ്ലാസ്കിനകത്ത് എടുത്ത് നമ്മൾ സൂക്ഷിച്ചു, അതിനകത്ത് എല്ലാ തരത്തിലും ഇതിനെ അടച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുറത്തേക്ക് മാറ്ററും പോകുന്നില്ല, അതേസമയം ഫ്ലാസ്കിൻ്റെ വെളിയിൽ തൊട്ടാൽ നമുക്ക് ചൂടുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ ഹീറ്റും അല്ലെങ്കിൽ എനർജിയും പുറത്തു പോകുന്നില്ല. അത്തരത്തിലുള്ള സിസ്റ്റങ്ങളാണ് അഡിയബാറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. അഡിയബാറ്റിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് തന്നെയാണ്, അല്ലേ? ഇനി അടുത്ത എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ΔH എന്ന് പറയുന്നത് Q ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി നോക്കിയാൽ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാച്ചായി. ഇനി എന്താ തന്നിരിക്കുന്നത്? ഫ്രീ എക്സ്പാൻഷനും ΔH = Q നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയുള്ളത്? ഫ്രീ എക്സ്പാൻഷനും ΔH = Q നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ പ്രഷർ P എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, പിന്നെന്താ? നമുക്ക് ആകെ ബാക്കിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ΔH = Q എന്ന് പറയുമ്പോഴത്തേക്കിനും എൻട്രോപ്പിയും വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറുകൾ എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. ഇവിടെ ഒരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്, അതിൽ Kcയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. NO + O3 എന്താവും? NO2 + O2 ആയിട്ട് മാറും. ബോത്ത് ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ഇൻ ദ ഇക്വിലിബ്രിയം ആർ എലമെൻ്ററി ബൈമോളിക്കുലർ റിയാക്ഷൻ. വാട്ട് ഈസ് Kc ഫോർ ദ റിവേഴ്സ് റിയാക്ഷൻ? ഇത്തരത്തിൽ എന്തൊക്കെയോ തരുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആകും, എന്തൊക്കെയോ പറഞ്ഞേക്കടേന്ന്. ഇത്തരത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് എന്താ? റിവേഴ്സ് റിയാക്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. റിവേഴ്സ് റിയാക്ഷൻ്റെ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? Kc = ഫോർവേഡ് റിയാക്ഷൻ്റെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ അങ്ങോട്ട് റെസിപ്രോക്കൽ എടുക്കുക. 1/6.3 × 10⁻14 എന്നുള്ളത് ചെയ്യുക.
നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമ്മൾ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സംഭവമൊന്നുമില്ല, ഇതിൻ്റെ റിവേഴ്സ് എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സാമ്പിൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്. അപ്പോൾ ഒരു ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. pH എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ pH കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കുക. എന്താ? മൈനസ് ലോഗ് ഓഫ് H+ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. pH എന്ന് പറയുന്നത് എന്താ? മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നുള്ളതാണ് ഫോർമുല. ഇവിടെ നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഈസി ആയിട്ട് അവർ കോൺസെൻട്രേഷൻ ഓഫ് H+ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ pH എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ 3.8 ഇൻറ്റു 10⁻³ -3 അല്ലേ, -3 എന്ന് ഇട്ട് കൊടുക്കുക. കോൺസെൻട്രേഷനാണ് നേരിട്ട് തന്നിരിക്കുന്നത് അല്ലേ. ഇത് നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ലോഗ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ടത്. കണക്ക് ചെയ്യാൻ ഇവിടെ വലിയ പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കി എന്താ സംഭവിക്കുന്നത്? ഇവിടെ Na ഉണ്ട്, H2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ Na-യും H2, ഇതിൽ Na എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ ഹൈഡ്രജൻ എന്താ സംഭവിക്കുന്നത്? H2 ആയിരുന്നു അല്ലേ, ഇവിടെ 0 ആയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു? -1 ആയിട്ട് മാറി. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ സംഭവിക്കുന്നത് റിഡക്ഷനാണ്. റിഡക്ഷൻ സംഭവിച്ചു ഹൈഡ്രജന് അല്ലേ. ഇനി നമ്മുടെ സോഡിയോ ഇവിടെ 0 ആയിട്ടിരിക്കുകയായിരുന്നു, ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ +1 ആയിട്ട് മാറി അല്ലേ. +1 ആയിട്ട് മാറി. അപ്പോൾ സോഡിയം എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ. ഇനി നമ്മളോട് ഇതാണോ ചോദിച്ചിരിക്കുന്നത്? ഓക്സിഡൻറ്റും റിഡക്റ്റൻറ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്ന ആൾ ആരാണോ അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. അതായത് മറ്റേ ആളെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മറ്റേ ആളെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴത്തേക്കിന് സ്വയം റിഡ്യൂസ് ആവണം അല്ലേ. സ്വയം റിഡ്യൂസ് ആവുന്ന അവിടെ ആരാ? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ഏജൻറ്റിനെ നമ്മൾ ഈ പേരില്ലെങ്കിൽ വേറൊരു പേര് വിളിക്കുക, അതാണ് ഓക്സിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ് ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ സോഡിയം എന്താ ചെയ്യുന്നത്? ഇവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, റെഡ്യൂസിങ് ഏജൻ്റ് ആണ് സോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡിയം എന്താ സംഭവിക്കുന്നത്? സ്വയം ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അപ്പോൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇവനാണ് റിഡക്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന റിഡക്ഷൻ സംഭവിക്കുന്നത് എഴുതരുത്. എന്താ നമ്മൾ എഴുതേണ്ടത്? ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനും റിഡക്റ്റൻ്റ് എന്ന് പറയുന്നത് സോഡിയവുമാണ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ഇത് വന്ന വഴിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള കെമിക്കൽ കോമ്പിനേഷൻസിൻ്റെ ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റിഫൈ, അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ എന്താ പറയുക, പ്രൂവ് ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നോക്കിയേ, H2O2 അതേപോലെ H2O തന്നിട്ടുണ്ട്, O2 തന്നിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആകുന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്നുള്ളത്. എന്താണ് സംഭവം? അതായത് ഒരു കോമ്പൗണ്ടിന് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിന് ഒരേ റിയാക്ഷനിൽ തന്നെ 2ൽ കൂടുതൽ ഓക്സിഡേഷൻ നമ്പറുകൾ ഉണ്ടായാൽ അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഇതെന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ വാട്ടർ ആവുന്നുണ്ട്, ഇവിടെ ഓക്സിജനായിട്ടും മാറുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ +1ഉം -1ഉം ആണ്. അപ്പോൾ പെറോക്സൈഡുകളിലെല്ലാം ഓക്സിജൻ എന്ന് പറയുന്നത് -1 ആണ്, നമ്മൾ ഓർത്ത് വെക്കണം, ഇല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മാറിപ്പോവും. അപ്പോൾ ഇവിടെ -1 ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഹൈഡ്രജൻ കുഴപ്പമില്ല, +1 തന്നെയാണ് എപ്പോഴും. ഓക്സിജൻ എന്ത് സംഭവിക്കും? സാധാരണ റിയാക്ഷനാണ്, അപ്പോൾ ഇവിടെ -2 ആയിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു? ഓക്സിജൻ O2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ O2 ആയിക്കഴിഞ്ഞാൽ അവിടെ 0 അല്ലേ ഉണ്ടാവുക? അതെ, ഇവിടെ നമ്മൾ ഈ ഓക്സിജനെ മാത്രം ഒന്ന് എടുത്ത് നോക്കിയേ. ആദ്യം -1 ആയിരുന്നു, പെറോക്സൈഡാണ്. പിന്നെ എന്തായി? ഇവിടെ -2 ആയി, സാധാരണ ഓക്സിഡേഷൻ നമ്പർ. പിന്നെ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. നോക്കി, 2ൽ കൂടുതൽ ഓക്സിഡേഷൻ നമ്പറുകൾ ഇവർക്ക് വന്നു. ആർക്ക്? ഹൈഡ്രജന് വന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ ആദ്യം എഴുതണം. എന്തെഴുതണം? 2ൽ കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ വരുന്നതാണ് എന്ന് നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ എന്തെഴുതണം? ഇതൊരു തന്നിരിക്കുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം അല്ലേ. അത് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഓക്സിജൻ്റെ പലതരത്തിലുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് കറക്റ്റാണ് എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനും കൂടെ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ആൻസർ ഇനി ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ 3 പാർട്ടായിട്ട് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? 2 മോള് ഹൈഡ്രജൻ മിക്സ്ഡ് വിത്ത് 1 മോൾ ഓഫ് ഓക്സിജൻ ആൻഡ് അലൗഡ് ടു റിയാക്ട് അസ് ഗിവൺ ഇൻ. ഇവിടെ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആകുന്ന റിയാക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഹൗ മെനി മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വെർ ഇനിഷ്യലി പ്രസൻറ്റ്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എത്ര മോളിക്യൂൾ ആദ്യം പ്രസൻ്റ് ആയിരുന്നു. പിന്നെ ഹൗ മെനി ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിൽ ബി ദർ ഇൻ ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനകത്ത് എത്ര ആറ്റം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് H2O വെർ ഫോംഡ്. H2Oൻ്റെ എത്ര മോളിക്യൂൾസ് ഫോം ആകും എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാം അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്താ? 6.022 × 10⁻23 അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരു മോള് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നോക്കിയേ, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് H2 ആൻഡ് O2 വെർ ഇനിഷ്യലി പ്രസൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന എന്താ പറയുക റിയാക്റ്റൻ്റ് സൈഡിൽ എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം H2O നോക്കിയേ, 2 H2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്, 2 H2 ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ എത്രയുണ്ട്? 2 × 6.022 × 10⁻23 ഇത്രയും മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്സിജൻ്റെയും കണ്ടുപിടിക്കണം. ഓക്സിജൻ നോക്കിയേ, 1 മോളേ ഉള്ളൂ അല്ലേ, 1 ഉള്ളൂ. ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ O2 എന്ന് പറയുന്നത് 1 മോളേ ഉള്ളൂ. അതുകൊണ്ട് 1 × 6.022 × 10⁻23 ആണ് ഓക്സിജൻ്റെ എമൗണ്ട്. അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ ഉണ്ട്, ഇത്രയും ഓക്സിജൻ ഉണ്ട് ഇനിഷ്യലി പ്രസൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിൽ ബി ദർ ഇൻ ദ പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും H2O ആണ് അല്ലേ. 2 H2O ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിനകത്ത് മോളിക്യൂൾ അല്ല ചോദിച്ചിരിക്കുന്നത്, ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 H2 ഉണ്ട്, പക്ഷെ ആറ്റമായിട്ട് എടുക്കുമ്പോഴോ അവിടെ 4 × 4 × അല്ലേ, ആറ്റമാണ് എടുക്കുന്നത്, പെരട്ടിയായി. 4 × 6.022 × 10⁻23. ഓക്കെ, ഇനി ഓക്സിജൻ നോക്കിയേ, ഓക്സിജൻ ആകുമ്പോൾ 2 മാത്രം എടുത്താൽ മതി. ഇവിടെ നോക്കിയേ, 2 × 2 വരും, മൊത്തത്തിൽ 4 വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ഇവിടെ ഓക്സിജൻ നോക്കുമ്പോഴത്തേക്കിനും മൊത്തം 2 ഉള്ളൂ. അപ്പോൾ 2 × 6.022 × 10⁻23 അത്രേ ഉള്ളൂ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് H2O ഈസ് ഫോംഡ്. മൊത്തത്തിൽ എത്ര H2O മോളിക്യൂൾ ഫോം ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള മോളിക്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രൊഡക്റ്റിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്, ആറ്റംസ് എന്നാണ് ചോദിച്ചത്. ഇവിടെ എന്താ എത്ര മോളിക്യൂൾ ഉണ്ട് H2O മൊത്തത്തിൽ എന്ന് ചോദിച്ചു. ഇവിടെ നോക്കിയാൽ എത്ര മോൾ ഓഫ് H2O ഉണ്ട്? 2 ഉള്ളൂ. അപ്പോൾ 2 × 6.022 × 10⁻23 ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംഭവം ഒന്നുമില്ല, നമ്പർ ഓഫ് മോൾസ് നോക്കുക. അപ്പോൾ ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന എപ്പോഴും അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എത്ര മോൾസ് ഉണ്ട് എന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ചോദിച്ചു. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് മൊത്തം 4 ഉണ്ട്, 2 4 ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിനകത്ത് മോളിക്യൂളാണ് ചോദിച്ചത്, എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ആദ്യം ചോദിച്ചത്. അപ്പോൾ H2-ൻ്റെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്, ഇവിടെ O2-ൻ്റെ. അപ്പോൾ H2 മോളിക്യൂൾ എത്ര ഉണ്ട്? 2. അപ്പോൾ 2 × NaI, 2 × അവഗാഡ്രോ നമ്പർ എടുത്തു. ഇതിനകത്ത് മോളിക്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 × അവഗാഡ്രോ നമ്പർ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൊഡക്റ്റിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഇതാണ്. ആറ്റംസ് ഹൈഡ്രജൻ നോക്കുമ്പോഴത്തേക്ക് 4 ആവും, ഓക്സിജൻ നോക്കുമ്പോൾ 2 ആവും. അപ്പോൾ എന്ത് വരും? 4 × ഹൈഡ്രജൻ എത്രയാണെന്ന് ചോദിച്ചാൽ 4 × അവഗാഡ്രോ നമ്പർ. ഓക്സിജൻ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × അവഗാഡ്രോ നമ്പർ. ഇനി ഹൗ മെനി മോളിക്യൂൾ ഓഫ് H2O ആർ ഫോംഡ് എന്ന് ചോദിച്ചു. മൂന്നാമത്തെ നമ്മുടെ ചോദ്യം. H2O എന്ന് പറയുന്നത് മൊത്തത്തിൽ 2 മോളാണുള്ളത്. അപ്പോൾ 2 × അവഗാഡ്രോ നമ്പർ. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് കിട്ടും. ഈസി സംഭവമാണ്. അടുത്ത നോക്കാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഈസി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം സാധനങ്ങളും ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്താ ചോദിച്ചേക്കുന്നത്? ഡിഫൈൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്
റൈറ്റ് എനി 2 റിസൾട്ട് ഒബ്സർവ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നേരിട്ട് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്ത് ചോദിച്ചിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന 2 എഫക്റ്റുകൾ പറയാനും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഗ്യാൻ മോഡലിൽ നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എന്താണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർക്കുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് പഠിപ്പിച്ച് പോയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് റെഫേഴ്സ് ടു ദ എമിഷൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ ഇൻ സോഴ്സ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അതായത് നമ്മുടെ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാഷ്യം പോലെയുള്ള മെറ്റലുകൾ, ഈ മെറ്റൽസിലേക്ക് നമ്മളൊരു സർട്ടൺ എമൗണ്ടിലുള്ള ഒരു ലൈറ്റ്, സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റിനെ നമ്മൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് ഹാവ് എനർജി മോർ ദാൻ ദ വർക്ക് പൊട്ടൻഷ്യൽ ഓഫ് ദ മെറ്റൽ സർഫസ് ഇജക്റ്റിംഗ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മൾ എവിടെയാണ് പഠിച്ചത്, ക്ലാസിക് ഫിസിക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈറ്റ്സ് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥലത്താണ് ഇത് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇതൊരു മെറ്റൽ സർഫസ് ആണെങ്കിൽ ആ മെറ്റൽ സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഈ ലൈറ്റ് എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് വരുന്നത്. ഒരു പാക്കറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് E=hμ ആണ്. ഓക്കെ, അപ്പോൾ ഓരോരോ പാക്കറ്റ്സ് ഓഫ് എനർജി hμ ആയിട്ട് ഇവർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പാക്കറ്റ്സ് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കിന് ഇവർക്കൊരു എനർജി കിട്ടും. ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഇലക്ട്രോൺസ് ആ ഒരു റേഞ്ച് റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസിൽ നിന്നും ഇജക്റ്റ് ആകുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മളോട് 2 റിസൾട്ടുകൾ പറയാനും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള സോഡിയമോ പൊട്ടാഷ്യമോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാൻ മോഡൽ പഠിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നോക്കിയ ഹീസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, നമുക്കറിയാവുന്ന സംഭവമാണ്. ഒരു എന്താ പറയുക, മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റവും അതേപോലെ തന്നെ പൊസിഷനും നമുക്ക് സൈമിൾട്ടേനിയസ്ലി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഹീസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം.